എല്ലാവരും ഓൾമോസ്റ്റ് ഇന്ത്യയിലുള്ള ഒരുപാട് ആൾക്കാർ ട്രെയിൻ യാത്രക്കാരായി പോകാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് സ്ലീപ്പർ ക്ലാസ് ആവട്ടെ, തേർഡ് AC ക്ലാസ് ആവട്ടെ, ഏതായിരുന്നു കഴിഞ്ഞാലും നമ്മൾ നോർമലി നമ്മുടെ കംഫർട്ടബിൾ സീറ്റ് എപ്പോഴും ലോവർ ബർത്ത് ആയിരിക്കും. ആരും തന്നെ ഒട്ടും പ്രിഫർ ചെയ്യാത്ത സീറ്റാണ് അപ്പർ ബർത്ത് എന്നുള്ളത്. അപ്പം മൊത്തം 3 ബർത്ത് ഉണ്ടെന്ന് നമുക്കറിയാം: ലോവർ ബർത്ത്, മിഡിൽ ബർത്ത്, അപ്പർ ബർത്ത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതലും കൺസിഡർ ചെയ്യുന്നത് ലോവർ ബർത്തിലേക്ക് സീറ്റ് എടുക്കുന്നു. അതിനുള്ള കാരണമെന്ന് പറയുന്നതും പോകുന്ന വഴി നമുക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യം കൊണ്ടായിരിക്കാം. പക്ഷേ റെയിൽവേ നിയമപ്രകാരം രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ മാത്രമേ സ്ലീപ്പർ ബെർഡാക്കി യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുവരെ ബാക്കി 3 പേർക്കും ഇരിക്കാൻ കണക്കിനുള്ള രീതിക്ക് മാത്രമേ ഇത് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതായത് ഞാൻ കയറുന്ന സമയത്ത് തന്നെ എൻ്റെ ബർത്ത് ഏതായിക്കോട്ടെ, മിഡിൽ ബർത്തോ ലോവർ ബർത്തോ ആയിക്കോട്ടെ, ഞാൻ അതിനെ മിഡിൽ ബർത്തിനെ ഉയർത്തി വെച്ച് കിടക്കാൻ പാകത്തിലാക്കി കഴിഞ്ഞാൽ മറ്റ് 2 പേർക്കും താഴെ സ്വസ്ഥമായി ഇരിക്കാൻ സാധിക്കില്ല. അത് അവരുടെ കംഫർട്ടിനെ ബാധിക്കുന്നത് കൊണ്ടും അവർക്ക് ആ സമയത്ത് കിടക്കാൻ ആഗ്രഹമില്ല എന്നുള്ളത് കൊണ്ടും എനിക്ക് അതങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. എന്നാൽ അവർക്കും കുഴപ്പമില്ല, അവർക്കും ഇതിനകത്ത് കിടക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ട്. ഒരു മ്യൂച്വൽ ടേംസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബർത്ത് നിങ്ങളുടെ സൗകര്യാനുസരണം ഏത് സമയത്ത് വേണമെങ്കിലും കിടക്കാവുന്നതാണ്. അവരൊരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ മാത്രമേ അത് യൂസ് ചെയ്യാനായിട്ട് പാടൂ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഹോബി ആയിരിക്കും ഉള്ളത് അല്ലേ? ചിലർക്ക് വായിക്കാനായിരിക്കാം, ചിലർക്ക് വരയ്ക്കാൻ, ചിലർക്ക് എന്താ പറയുക, എഴുതാൻ. അങ്ങനെ ഓരോരുത്തരുടെയും ഹോബീസ് ഓരോ രീതിയിലുള്ളതാണ്. മുമ്പ് നമ്മുടെ ടിക്കറ്റ്സ് എന്ന് പറയുന്നത് പല കളേഴ്സിലുള്ള ടിക്കറ്റ്സ് ആയിരുന്നു. അപ്പം ചിലരൊക്കെ ടിക്കറ്റ് കളക്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതും ഹോബിയായിട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് കോയിൻസ്. നമ്മുടെ പണ്ട് കാലത്തുണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞു കോയിൻസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ച് ചില 5 പൈസ, 10 പൈസ, 25 പൈസ, അങ്ങനെ ഇപ്പോൾ നിലവിലില്ലാത്ത ഒരുപാട് കോയിൻസ് കളക്ട് ചെയ്ത് വെക്കുന്ന ആൾക്കാരുണ്ടായിരുന്നിരിക്കാം. അതേപോലെ ഇന്ത്യൻ റുപ്പി അല്ലാതെ പുറത്തുള്ള വിദേശ രാജ്യങ്ങളിലുള്ള കാശുകളും ഇതുപോലെ കോയിൻസും കറൻസീസും ഒക്കെ കീപ്പ് ചെയ്യുന്നവരും അതൊരു ഹോബീസായിട്ട് കൊണ്ടുപോകുന്നവരും ഉണ്ട്. സൂക്ഷിക്കുക. കാരണം വിദേശത്ത് നിന്ന് വരുന്ന ചില റിലേറ്റീവ്സ് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് കോയിൻസ് തന്നിട്ട് സൂക്ഷിച്ചു വെച്ചോ, ബുക്കിൽ കളക്ട് ചെയ്ത് വെച്ചോ എന്നൊക്കെ പറയാറുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ അതുകൊണ്ട് ശീലമായി അതായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന ഈ കാരണങ്ങൾ ചിലപ്പോൾ ഒരു ക്രൈമായി മാറാനുള്ളൊരു സാധ്യതയുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം USD 2000 വരെ മാത്രമേ കളക്ട് ചെയ്ത് വയ്ക്കുവാനുള്ള അവകാശമുള്ളൂ. ഈ ഹോബീസ് കണ്ടിന്യൂ ചെയ്യുന്നതിലൂടെ നിങ്ങളൊരു ക്രൈമിലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൂല്യമുള്ള ആ കോയിൻസ് ആവട്ടെ, ആ പറയുന്ന നോട്ടുകളാവട്ടെ, വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതാണെങ്കിൽ $2000 മുകളിലേ വരുന്നതാണെങ്കിൽ അത് എത്രയും വേഗം തന്നെ എക്സ്ചേഞ്ച് ഓഫീസിൽ കൊണ്ടു കൊടുക്കേണ്ടതാണ്. അത് മാറേണ്ടതുമാണ്. അല്ലാത്ത പക്ഷം 5000-നും 10,000-നും മുകളിലേക്ക് പോകുന്നത് കസ്റ്റം ഡ്യൂസിൽ കാരണമായി മാറാൻ ഇടയാവുള്ളതാണ്. ഹോബീസ് എപ്പോഴും നല്ലതാണ്, പക്ഷേ അതൊരിക്കലും നിയമത്തിന് എതിരാവാൻ കാരണമാകരുത്.